ഇപ്പോൾ വരുന്നൊരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ചും, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നതിനാൽ കരയിലുള്ളവർ ജാഗ്രത പാലിക്കുക എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. വയനാട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നു. സുർജിത്ത്, നേരത്തെ ചൂരൽമലയിൽ അല്ലെങ്കിൽ അവിടുത്തെ പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്താണ് അവിടുത്തെ മഴയുടെ സാഹചര്യം? വയനാടും മഴ എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു പേടിയാണ്. സുർജിത്ത്. തീർച്ചയായും ഹാഷ്മി, ആ ഭയമുണ്ട്. ഒരുപക്ഷെ ഇന്നലത്തെ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നലത്തെ ദൃശ്യം അല്പം ഭീകരമായിരുന്നു. അത് ഞാൻ നിൽക്കുന്നത് വെള്ളാർമല സ്കൂൾ റോഡിലാണ്. സ്കൂൾ റോഡിൽ ഇന്നലത്തെ അവസ്ഥയല്ല എന്നുള്ളത്. ഇന്ന് വെള്ളത്തിന് കുറവുണ്ട്. ഈ റോഡ് പൂർണ്ണമായും മുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത് പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് പടവെട്ടിക്കുന്നിലേക്ക് സുഗമമായി പോകാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മഴ പെയ്തപ്പോൾ പോലും, അതായത് ഒരു 3 ദിവസത്തിനുള്ളിൽ ഈ റോഡ് പൂർണ്ണമായും എടുത്തു കുടയുന്ന വിധത്തിൽ ഈ വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു അവസ്ഥ ആണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടെ പടവെട്ടിക്കുന്നുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം അവർ ഈ ലിസ്റ്റിൽ, അതായത് ഈ വീടുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ മനുഷ്യരാണ് ഈ പടവെട്ടിക്കുന്നിൽ ഉള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് ആശങ്കകളുണ്ട്. കാരണം ഇങ്ങനെ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഈ വിധത്തിൽ ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ച് അവർക്ക് പോകേണ്ട വഴി പോലും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഇങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ എല്ലാം തന്നെ ആശങ്കയായി നിലനിൽക്കുന്നത്. നമുക്ക് അവരിലേക്കൊന്ന് പോകാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നേരത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ്. ഈ പ്രദേശത്ത് ഇതിലും വലിയ സാഹചര്യം വരാൻ പോവാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രത്യേക സാഹചര്യത്തിന് മഴ പെയ്താണ്. ഇനി ജൂൺ ജൂലൈയിൽ വരാതിരിക്കുന്നുള്ളൂ. ഒരു കാരണവശാലും ഞങ്ങൾക്ക് റോഡ് വരെ നഷ്ടപ്പെട്ടു. പുനരധിവാസം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഈ 27 കുടുംബത്തിന് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോട്. നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഞങ്ങൾ ഉൾപ്പെടാത്ത ആൾക്കാരാണ്. ഇവിടെ റോഡ് ഉണ്ടാക്കി തരാം അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇവിടെ ഇനിയും ജീവിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. പോകാനുള്ളവരൊന്ന് ഒഴിവാക്കിയിട്ട് സർക്കാർ ഒഴിവാക്കി കൊടുത്താൽ നല്ലതാണ്. അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഈ ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോകാൻ സന്നദ്ധ പല ഘട്ടങ്ങളിലും അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. ഇതിന് ഉൾപ്പെട്ടിട്ടില്ല. നമ്മളിവിടെ താമസിക്കാൻ പറ്റില്ല. പല രീതിയിൽ നമുക്ക് പേടിയാണ്, ബേജാറാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാണ്. പക്ഷേ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായി ഏറ്റെടുക്കണം. ഈ 27 കുടുംബത്തെ ഏറ്റെടുക്കുന്നത് നിർബന്ധമാണ്. അതുപോലെ ഒരു 9,000 റുപ്യ അമ്മച്ച് തരാമെന്ന് പറഞ്ഞ് അത് നമുക്ക് ഇതേ സമയത്ത് കിട്ടിയിട്ടില്ല. അതുപോലെ 6,000 റുപ്യ വാടക തരുന്നുണ്ട്. അത് നമുക്ക് സമയത്ത് കിട്ടുന്നില്ല. ഇവർ പറയുന്നതൊന്നും പ്രവൃത്തി വേറെ ഒന്നാണ് സാറേ ഉള്ളത്. അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ സഹായിച്ച് ഞങ്ങളെ ഈ പാവങ്ങളെ ഈ 27 കുടുംബത്തെ ഏതെങ്കിലും മാർഗത്തിലൂടെ രക്ഷപ്പെടുത്തി തരിക. അതെനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ അവസ്ഥ സാറ് കണ്ടില്ല. ഞങ്ങൾ നുണയൊന്നും പറയുന്നതല്ലല്ലോ. ഈ ചുറ്റുപാടൊക്കെയല്ലേ. ഇപ്പോൾ 10 മിനിറ്റ് മുകളിൽ കയറി ആനുണ്ട് അവിടെ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഇതിന് തീരുമാനം എടുത്തു തരാം. ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള ഒരു ഇടം നിങ്ങൾ കണ്ടെത്തി തരാം. അതേ പറയാനുള്ളൂ. എന്തായാലും ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ പശ്ചാത്തലത്തിന്റെ കാരണം തന്നെ ഇതാണ്. കാരണം ഇവിടേക്കുള്ള വഴി അടഞ്ഞിരിക്കുന്നു. ഇനി ഈ മേഖലയിൽ താമസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രായോഗികമല്ലാത്തൊരവസ്ഥയാണുള്ളത്. എന്താണ് നിങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് കാരണം? ആശങ്ക കാരണം തന്നെ ഞങ്ങൾ ഒരു 27 കുടുംബത്തിനെയാണ് ഇവർ അടുത്ത ഒരു ദുരിതത്തിന് വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കാരണം മത്തായി സാറ് കുറ്റി അടിച്ചതിന്റെ മേലുണ്ട് പറഞ്ഞ് നമ്മൾ ലിസ്റ്റിലില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ ആ ലിസ്റ്റിൽ ഒരു ദിവസത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമുക്ക് സർക്കാരിനോട് അറിയിക്കാനുള്ളത്. ആശങ്ക തന്നെയാണല്ലോ. ഇപ്പം ഞങ്ങൾ വാടക വീട്ടിൽ നിൽക്കുക, അവിടുന്ന് വന്നതാണ്. ഞങ്ങളുടെ റോഡ് എന്താ അവസ്ഥ എന്താ നോക്കാൻ വേണ്ടി. ഇപ്പം കണ്ടില്ല അവസ്ഥ, റോഡിന്റെ അവസ്ഥ അങ്ങനെ ചെറിയൊരു മഴ പെയ്തപ്പോൾ എങ്ങനെ ഇനി മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. പടവെട്ടിക്കുന്നിലെ മനുഷ്യന്മാരുടെ വേദന നമ്മൾ നേരത്തെയും കേട്ടതാണല്ലോ സുർജിത്ത്. എന്തായാലും അവർ പറയുന്ന ശരിയായ ആശങ്കകൾ, അവരുടെ ഉള്ളിലെ ആശങ്കകൾ ഏതെങ്കിലും തരത്തിൽ അവർ എക്സാറേറ്റ് ചെയ്യുന്നതല്ല. കൃത്യമായ ആശങ്കകൾ അവർ പറയുകയാണ്. മാത്രമല്ല, അവിടെ മഴ കനക്കുമ്പോൾ സ്വാഭാവികം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആശങ്കയുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം പറയണോ?